And we are live now. Good morning, good afternoon, good evening to everyone who is watching this or whoever is going to watch it in replay. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി സൺഡേ. ചിലർക്ക് ഈവനിങ് ആയി എങ്കിലും ഞങ്ങൾക്കൊക്കെ മോർണിംഗ് ആണ് കേട്ടോ. ഇവിടെ USA എനിക്കും ഞാനും സിജിയും മോർണിംഗ് ആണ്. ശ്രീജ ഞങ്ങളുടെ കൂടെയുള്ള ശ്രീജയ്ക്കും ഉച്ചയാണല്ലേ, ഉച്ച സമയം 2 PM റൈറ്റ്? യാ, അതെ. ആൻഡ് ജെസ്സിക്കാണെങ്കിൽ ഈവനിങ് ആയി UAE സൺഡേയില്. എങ്കിലും എല്ലാവർക്കും ഒരു ഹാപ്പി സൺഡേ ഞാൻ വിഷ് ചെയ്യാണ് കേട്ടോ. ഇപ്പൊ ഞങ്ങള് ഇന്നിവിടെ വന്നേക്കുന്നത് എന്താണെന്നറിയാമോ? ഞങ്ങൾ എപ്പോഴും ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ബിസിനസ്സിനെ പറ്റി സംസാരിക്കാനും ഞങ്ങളുടെ ബിസിനസ്സിൽ ഓരോരുത്തരും ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പൊ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ലൈക്ക് എല്ലാ ക്വസ്റ്റ്യനും നമുക്ക് ഒറ്റയടിക്ക് വന്ന് പറയാൻ പറ്റത്തില്ല. എങ്കിലും ഞങ്ങളൊരു കുറച്ച് ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്ത് നമുക്കൊന്ന് ആൻസർ ചെയ്യാം. കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങളോട് ചോദിക്കുന്നവർക്ക് ആ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഈ കാണുന്ന നിങ്ങളിൽ പലർക്കും ആ ക്വസ്റ്റ്യൻസ് ഉണ്ടാകുമെന്ന് ഞങ്ങൾക്കറിയാം, അല്ലേ? അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ 4 പേരും ഇന്ന് രാവിലെ വിചാരിച്ചെന്നാ വന്നിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ഇത് ചെയ്യാം. അപ്പൊ അത് പറയുന്നതിന് മുമ്പ് ഒന്നാമത് ഞാൻ എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് എൻ്റെ കൂടെ ഇന്ന് ജോയിൻ ചെയ്യുന്നത് സിജി ഉണ്ട് ഫ്ലോറിഡയിൽ നിന്ന്, ശ്രീജ ഈസ് ഫ്രം UK ആൻഡ് ജെസ്സി ഈസ് ഫ്രം ദുബായ്. എല്ലാവരും അവരവരെ കുറച്ച് കഴിയുമ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഞങ്ങൾ 4 പേരും നേഴ്സസ് ആണ്. അതാണ് ഇവിടുത്തെ ഒരു കോമൺ ഫാക്ടർ വന്നേക്കുന്നത്, അല്ലേ? 4 പേരും നേഴ്സസ് ആണ്. അപ്പം ഞാൻ ആദ്യം എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഈ ബിസിനസ് എന്തുവാണ് എന്ന് ഞാനൊന്ന് പറയാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഓരോരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നിങ്ങളോട് ഓരോരുത്തരോടും ഒന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്താണ് നിങ്ങളുടെ കസ്റ്റമേഴ്സിനോട് പറയുന്നതെന്ന് നമ്മുടെ ഓരോരുത്തരുടെയും വ്യൂവേഴ്സിനോട്, നമ്മുടെ 4 പേരുടെയും പേജിൽ ഇതൊക്കെ പോകുന്നുണ്ട്. അപ്പം 4 പേരുടെയും വ്യൂവേഴ്സിനോട്, നമ്മുടെ 4 പേജിലുള്ളവരുടെ വ്യൂവേഴ്സിനോട് ഒന്ന് ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഒന്ന് ആൻസർ ചെയ്താൽ മതി കേട്ടോ. സോ അപ്പം എൻ്റെ പേര് ബിന്ദു ജോർജ്. ഞാൻ ഫിലഡൽഫിയയിലാണ് താമസിക്കുന്നത്. ഞാൻ ഇവിടെ വന്നിട്ട് കുറേ വർഷങ്ങളായി. ഞാൻ നേഴ്സ് മാനേജറായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ പെൻസിൽവേനിയയിൽ ഞാനൊരു റിയൽ എസ്റ്റേറ്റ് ലൈസൻസ് ഉള്ള ആളാണ്. 2005 തൊട്ട് ഞാൻ, അതായത് 20 years ആയിട്ട് ഇവിടെ റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്ന ആളാണ്. അതോടൊപ്പമാണ് ഞാൻ ഈ ഡിജിറ്റൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇറ്റ്സ് ജസ്റ്റ് എ ബ്ലെസ്സിങ് ഫോർ മീ, അത് ഈ ഒരു പ്ലാറ്റ്ഫോം കണ്ടതും അത് എന്നിലേക്ക് വന്നതും എന്ന് പറയുന്നത് വലിയൊരു ബ്ലെസ്സിങ് ആണ്. എന്ന് പറഞ്ഞാൽ ഈ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ആക്ച്വലി ഫാമിലി ആയിട്ടാണ് താമസിക്കുന്നത്. ഈ ബിസിനസ് എന്തുവാന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഈ ബിസിനസ് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് ചുരുക്കത്തിൽ പറയാം. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. അതായത് നമ്മൾ എല്ലാ രാജ്യക്കാർക്കും ആമസോൺ എന്തുവാണെന്നറിയാം, അല്ലേ? ആമസോണിലൊക്കെ അവരെല്ലാം ചെയ്യുന്ന സെയിം ബിസിനസ് സ്ട്രാറ്റജിയാണ്. ഇത് ആമസോൺ അല്ല, ഡോണ്ട് ഗെറ്റ് മീ റോങ് ദെയർ. പക്ഷെങ്കിൽ അങ്ങനെ അവരുടെ പ്രോഡക്റ്റ്, അതെല്ലാം ചെയ്യുന്ന സെയിം ബിസിനസ് സ്ട്രാറ്റജി. അവരുടെ പ്രോഡക്റ്റ് നമ്മളിലൂടെ വിറ്റ് പോകുമ്പോൾ നമുക്ക് കമ്മീഷൻ കിട്ടുന്നു. ഓക്കെ, നമ്മൾ മാർക്കറ്റ് ചെയ്യുക, അവരുടെ പ്രോഡക്റ്റ് വിറ്റ് പോകുമ്പോൾ നമുക്ക് കമ്മീഷൻ കിട്ടുന്നു. സെയിം സ്ട്രാറ്റജിയാണ്. നമുക്ക് ഡിഫറെന്റ് കമ്പനീസുമായിട്ടാണ് നമുക്ക് അഫിലിയേഷൻ ഉള്ളത്. ആ കമ്പനിയുടെ പ്രോഡക്റ്റ് നമ്മുടെ വെബ്സൈറ്റിലൂടെ വിറ്റ് പോകുമ്പോൾ നമുക്ക് കമ്മീഷൻ കിട്ടുന്നു. അങ്ങനെ ആമസോണും നമ്മളുമായിട്ടുള്ള വ്യത്യാസം എന്താണെന്ന് അറിയാം, ഈ പ്ലാറ്റ്ഫോമായിട്ടുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, ആമസോണിൽ അറിയാവുന്നിടത്തോളം നമ്മൾ ഡിസ്ട്രിബ്യൂട്ടറായിട്ട് കയറുകയാണെങ്കിൽ നമ്മൾ തന്നെ പഠിച്ചോണം. ട്രെയിനിങ് കിട്ടുമെന്ന് ഇല്ലെന്നാണ് എൻ്റെ അറിവ്. ഓക്കെ, പക്ഷെ ഈ പ്ലാറ്റ്ഫോമിലാണെങ്കിൽ നമുക്ക് 100% ട്രെയിനിങ് കിട്ടും. നമുക്കൊരു വെബ്സൈറ്റ് ഉണ്ടാക്കാനുള്ള ഹെൽപ്പ് കിട്ടും. അതുപോലെ തന്നെ നമുക്കൊരു ബിസിനസ് ഫണൽ ക്രിയേറ്റ് ചെയ്യാനും, അതുപോലെ 7 സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നമുക്ക് ട്രെയിനിങ്ങും കിട്ടും. ഓക്കെ, അതാണ് ഒരു നട്ട്ഷെല്ലി ഞാൻ ഈ ബിസിനസ്സിനെ പറ്റി എന്നോട് എൻക്വയറി ചെയ്യുന്നവരോട് പറയുന്നത്. അപ്പൊ ഇനിയിപ്പം ഞാൻ നിങ്ങളെ കൂടുതൽ സംസാരിച്ച് ബോറടിപ്പിക്കുന്നില്ല. ഞാനിപ്പം എൻ്റെ കൂടെയുള്ള ഈ ബ്യൂട്ടിഫുൾ ലേഡീസിനോട് ചില ക്വസ്റ്റ്യൻസ്, ഇപ്പം എൻ്റെ കസ്റ്റമേഴ്സ് ആകാം, അതുപോലെ തന്നെ സിജിയുടെയും ശ്രീജിയുടെയും ജെസ്സിയുടെയും കസ്റ്റമേഴ്സ് ഒക്കെ ചോദിക്കുന്ന ചില ക്വസ്റ്റ്യൻസിന് ഒന്ന് ഞാൻ ഇവരോട് ചോദിക്കാം. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന് അതിനു മുമ്പ് നിങ്ങളെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ്റെ ആൻസർ പറയാൻ ശ്രമിക്കുക കേട്ടോ. അപ്പൊ ജെസ്സിയോടാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കുന്നത്. ജെസ്സി ഒരു നേഴ്സാണ്. ഓക്കെ, ദുബായ് വർക്ക് ചെയ്യുന്നു, നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പം ജെസ്സിക്ക് ഏതായാലും എന്താ പറയണ, അവിടെ പട്ടിണി കിടക്കുമല്ലോ. സോ ജെസ്സിക്ക് ഇത്രയും ജോലി ഉണ്ടായിട്ടും ഇങ്ങനൊരു ബിസിനസ് അല്ലെങ്കിൽ ഈ പ്ലാറ്റ്ഫോം, പല ബിസിനസ് ചെയ്യാനുള്ള ഇതുണ്ടായിരിക്കാം നമുക്കല്ലേ, നമുക്ക് പലപ്പോഴും പല ബിസിനസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകും. പക്ഷെ എന്തുകൊണ്ട് ഈ പ്ലാറ്റ്ഫോം, അല്ലെങ്കിൽ വൈ ഡിഡ് യു ഹാവ് ടു മേക്ക് എ സെക്കൻഡ് സ്ട്രീം ഓഫ് ഇൻകം?
എന്നുള്ളതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. ഐ ഗസ് ഞാൻ ഇച്ചിരി മിക്സ്ഡ് അപ്പ് ആയി, 2 ക്വസ്റ്റ്യനോട്ടാണ് ഏകദേശം വന്നേക്കുന്നത്. എന്തുകൊണ്ടാണ് സൈഡ് സ്ട്രീം ഇൻകം ഉണ്ടായത് എന്നുള്ളതാണ് ഐ ഗസ് മെയിൻ ക്വസ്റ്റ്യൻ വരുന്നത്. താങ്ക് യു ബിന്ദു, താങ്ക് യു സോ മച്ച്. എൻ്റെ പേര് ജെസ്സി പ്രസാദ്. ഞാൻ ദുബൈയിൽ ഒരു RN-ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഒപ്പം ഞാനിപ്പോൾ ഒരു ലേസർ തെറാപ്പിസ്റ്റും കൂടിയാണ്. പക്ഷെ ആ ജോലി ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, താമസിയാതെ തന്നെ അത് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ പിന്നെ എനിക്കിങ്ങനെ ഒരു പ്ലാറ്റ്ഫോം കിട്ടിയതിൽ ഞാൻ വളരെയേറെ ദൈവത്തോടും പിന്നെ എല്ലാവരോടും ഞാൻ ഗ്രേറ്റ്ഫുൾ ആണ്. അപ്പോൾ പിന്നെ എന്നോട് ചോദിച്ച ക്വസ്റ്റ്യനിലേക്ക് വരികയാണെങ്കിൽ, പിന്നെ എൻ്റെ കുറച്ച് പുറകോട്ടുള്ള കാര്യം പറയേണ്ടി വരും. ഞാനൊരു 10 വർഷത്തിൽ കൂടുതൽ ജോലി ചെയ്യാൻ പറ്റാതെ ഇരുന്ന ഒരാളാണ്. എനിക്ക് ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസ് ഒക്കെ ഉള്ളത് കാരണം പിന്നെ എനിക്ക് 2-3 മിസ്കാരേജ് ഒക്കെ കഴിഞ്ഞ് പിന്നെ കുഞ്ഞൊക്കെ ആയപ്പോൾ ഞാൻ ജോലി വിടേണ്ടി വന്നു. അപ്പോൾ മെഡിക്കൽ പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഗ്യാപ്പ് എന്ന് പറയുന്നത് ഒരു വലിയൊരു ഇഷ്യൂ ആണ്. ഒരു ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ അത് നമ്മളുടെ പ്രൊഫഷനെ, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് പോലത്തെ സ്ഥലത്തൊക്കെ അത് വളരെയേറെ ഇതായിട്ട് ബാധിക്കും. നമുക്ക് വേറെ ഓപ്ഷൻസ് ഇല്ല. അപ്പൊ എനിക്ക് കുറെ നാള് ഞാൻ ജോലി ഇല്ലാതെ ഇരുന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്, എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഈ ഒരു നേഴ്സായിട്ട് അല്ലെങ്കിൽ പോലും എന്തെങ്കിലും എനിക്കൊന്ന് ചെയ്യാൻ പറ്റി. പക്ഷെ അപ്പോഴൊന്നും ഇങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് കുറവായിരുന്നു. ശരിക്കും നമ്മുടെ മുന്നിലേക്ക് ഈ ഓപ്പർച്യൂണിറ്റീസ് കൂടുതലായിട്ട് വരാൻ തുടങ്ങിയത് കോവിഡിന് ശേഷമാണ്. കോവിഡ് ശരിക്കും നമ്മുടെ ഈ ലോകത്തെ തന്നെ അങ്ങ് മാറ്റിമറിച്ച് കളഞ്ഞു. നമ്മുടെ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ നമ്മുടെ ഒരു മൈൻഡ് സെറ്റപ്പ് ഒക്കെ മാറാന് ഒരു പക്ഷേ കോവിഡിന്റെ ഒരു പോസിറ്റീവ് വശം എന്ന് പറയാം. വർക്ക് ഫ്രം ഹോം എന്നൊരു കാര്യം തന്നെ ലോകത്തുള്ള ജനങ്ങളുടെ ഇടയിലേക്ക് വരുന്നത് തന്നെ കോവിഡിന് ശേഷമാണ്. അതുവരെ നമ്മൾ ജോലിക്ക് പോവുക, നമ്മൾ പണ്ട് മുതൽ പഠിച്ചു വെക്കുന്നത് എന്താണ്? നല്ലതുപോലെ പഠിച്ചാൽ നല്ല ജോലി കിട്ടും, നല്ല ജോലി കിട്ടിയാൽ നിങ്ങൾ സെറ്റിൽഡ് ആയി, പിന്നെ ജീവിതകാലം മുഴുവൻ നിങ്ങൾ ഹാപ്പി ആയിരിക്കാം. പക്ഷെ നമ്മൾ ഓരോരുത്തരും ചോദിച്ചു നോക്ക്, നല്ലതുപോലെ പഠിച്ചിട്ട് നല്ല ജോലിയാണോ കിട്ടിയിട്ടുള്ളത്? ഇപ്പം നഴ്സസിനെ മാത്രമല്ല, എല്ലാവരും ഉദ്ദേശിച്ചാൽ പറയുന്നത്, നല്ല ജോലി കിട്ടിയിട്ട് നമ്മൾ സെറ്റിൽഡ് ആയിട്ടുണ്ടോ? അല്ലെ നല്ല ജോലി കിട്ടിയിട്ട് നമ്മളെപ്പോഴും അതിൽ ഹാപ്പി ആയിട്ട് തുടരുന്നുണ്ടോ? നമ്മൾ ഇഷ്ടപ്പെടുന്ന, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആ നല്ല ജോലി കൊണ്ട് നമുക്ക് പറ്റുന്നുണ്ടോ? അപ്പോൾ ഉള്ള മൈൻഡ് സെറ്റപ്പ് ഒക്കെ മാറ്റി മറിച്ച ഒരു സമയമാണ് നമ്മുടെ ഈ കോവിഡ് കാലം എന്ന് പറയുന്നത്. അപ്പോഴാണ് ആൾക്കാർ എന്താണ് നമുക്ക് വേറെ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള രീതിയിൽ ചിന്തിച്ചു തുടങ്ങിയത്. അപ്പോഴാണ് ഈ സോഷ്യൽ മീഡിയ വഴി, മുമ്പൊക്കെ നമ്മളിങ്ങനെ ആമസോൺ വഴി ഓർഡർ ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരു പിന്നെ സോഷ്യൽ മീഡിയയിൽ ഒരു അഡ്വർടൈസ്മെന്റ് കണ്ടിട്ട് നമ്മൾ അത് ഓർഡർ ചെയ്യുന്ന കാര്യമൊക്കെ നമുക്ക് കുറച്ചൊരു സ്കെപ്റ്റിക്കലായിട്ട് മാത്രമേ നമ്മൾ നോക്കത്തുള്ളൂ. കാരണം ഇതിനി നമ്മുടെ പൈസ പോവോ, ഇത് ഇങ്ങനെ ചെയ്താൽ നമുക്ക് വേറെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവുമോ എന്നൊക്കെയുള്ള ചിന്തിക്കുന്നത്. പക്ഷെ ഇപ്പൊ നോക്കിയാൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ നമ്മൾ ആൾക്കാർ ഇതുവഴിയാണ് ഓർഡർ ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഒരു പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ്. അത് ഡേ ബൈ ഡേ അത് കൂടിക്കൊണ്ടിരിക്കുക, കുറയല്ല. ഇപ്പൊ എന്ത് സാധനവും, ഞാനിപ്പോ ഒരു ഡ്രസ്സ് പോലും വാങ്ങിക്കുന്നത് നമ്മൾ ഓൺലൈൻ നോക്കിയിട്ട്, അത് മുമ്പൊക്കെ ആണെങ്കിൽ നമ്മൾ പോയി ഇട്ട് നോക്കി അത് ചേരുവോ ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ വാങ്ങിക്കുന്നത്. പക്ഷെ ഇപ്പൊ നമുക്ക് അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഇല്ല, നമ്മൾ ഓൺലൈൻ കാണുന്നു, മേടിക്കുന്നു. അപ്പോൾ ഇതിന്റെ സാധ്യതകളൊക്കെ ഈ ഒരു ഇതിന് ശേഷമാണ് നമ്മളിലേക്ക് ഇങ്ങനെ കൂടുതലായിട്ട് വന്നു തുടങ്ങിയത്. അപ്പോൾ ഞാൻ ജോലിക്ക് പോയി തുടങ്ങുമ്പോഴും എൻ്റെ മനസ്സിൽ എപ്പോഴും ഒരു പ്ലാൻ ബി വേണം. കാരണം ഞാൻ അപ്പോൾ ഇരുന്ന പോലെ, ഈ 10-11 വർഷം എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ ഇരുന്ന പോലെ ഇനി ഒരവസ്ഥ എനിക്ക് ഉണ്ടാവരുത്. നമ്മുടെ ജോലിയിൽ ഒരിക്കലും നമ്മൾ പെർമനന്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ നമ്മുടെ ആരോഗ്യം പോവും, ഇങ്ങനെ തന്നെ നമ്മുടെ ജോലി നമുക്ക് ഇങ്ങനെ മുൻപോട്ട് പോകാൻ പറ്റും, അല്ലെ ഓവർ ടൈം ചെയ്യാൻ പറ്റും, പിന്നെ എന്താ പറയാ, നമുക്കൊരു സെക്കൻഡ് ജോബ് ഒക്കെ ചെയ്ത് ഇങ്ങനെ തന്നെ പോകാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല. കാരണം എന്ത് വന്നാലും ഏജ് തന്നെയാണ്. നമ്മുടെ ഫിസിക്കൽ സ്റ്റാറ്റസ് മാറും, നമ്മുടെ ആരോഗ്യത്തിന്റെ ലെവല് മാറും, നമുക്ക് എത്രത്തോളം ചെയ്യാൻ പറ്റും എന്നതിനെയൊക്കെ അത് മാറിക്കൊണ്ടിരിക്കും. അപ്പോ എന്താ പറയാ, സമ്പത്ത് കാലത്ത് തൈവത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾക്കിത് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ മുന്നിലേക്ക് ഒരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ എന്താ ട്രൈ ചെയ്ത് നോക്കിയാൽ എന്താ എന്നൊരു ചോദ്യം എന്റെ മുന്നിൽ വന്നു. അപ്പോഴാണ് ഒരു ഏഞ്ചലിനെ പോലെ ബിന്ദുവിന്റെ ഈ ബിസിനസ്സും എന്റെ മുന്നിൽ വരുന്നത്. ഞാൻ ഇത് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെയാണ് എന്ത് ചെയ്യാമെന്ന് നോക്കുമ്പോൾ, അപ്പോ ഈ പിന്നെ എന്നെ സംബന്ധിച്ച് ഒരാളിന്റെ പുറകെ പോയി ഒരു സാധനം വിൽക്കാനോ അല്ലെങ്കിൽ ആരെയെങ്കിലും അതിന്റെ പുറകിൽ നടന്ന് ഇതൊന്ന് ചെയ്യാമോ, ഇപ്പൊ ആമസോണിന്റെ ഒക്കെ കാര്യം പറഞ്ഞ പോലെ, അതൊന്നും എന്നെ കൊണ്ട് നടക്കാത്ത കാര്യമാണ്. അപ്പൊ ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ നോക്കുമ്പോൾ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഇല്ലാതെ പിന്നെ സോഷ്യൽ മീഡിയയിലേക്ക് കുറച്ച് ഇറങ്ങേണ്ടി വരും. അതായിരുന്നു എൻ്റെ മനസ്സിലൊരു ബുദ്ധിമുട്ട്. കാരണം ഞാൻ അങ്ങനെ ഒരു സോഷ്യൽ മീഡിയ പേഴ്സൺ അല്ല. അപ്പൊ അതിലേക്ക് ഇറങ്ങുമ്പോൾ ഉള്ള നമുക്ക് ഉണ്ടാകുന്ന കാരണം കുറച്ച് പഴയ ജനറേഷനാണ്, പുതിയ ജനറേഷൻ പിള്ളേരുടെ അത്രയും നമ്മൾ ഇതിലൊന്നും ഇൻവോൾവ് അല്ല. അതായിരുന്നു ഒരു ബുദ്ധിമുട്ട്. പക്ഷേ ഇപ്പൊ ഇന്നലെ തന്നെ നമ്മുടെ ഒരു ഡ്രോപ്പ് ഇൻ സെഷനിലൊക്കെ ഞാനത് കേട്ടപ്പോൾ റിയൽ ആൾക്കാർ
റിയലി അവർക്ക് എന്താണോ നടക്കുന്നത്, റിയലി അവർ നേരിടുന്ന പ്രശ്നങ്ങൾ എന്താണോ, അതെങ്ങനെയാണോ അവർ സോൾവ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള ഒരു കമ്മ്യൂണിറ്റി. അപ്പൊ നമ്മൾ വെറുതെ ഇപ്പൊ ഞാൻ കുറെ എന്താ പറയാ മോട്ടിവേഷണൽ ഇതൊക്കെ കേൾക്കുന്ന ആളാണ്. പക്ഷെ അത് അവരവിടെ ഇരുന്ന് യൂട്യൂബിൽ എന്ത് വേണമെങ്കിലും പറയാം. ബട്ട് വെൻ ഇറ്റ് ഈസ് അപ്ലിക്കബിൾ ടു യുവർ ലൈഫ്, അല്ലെ വെൻ യു എന്താ പറയുക അപ്ലൈ ഇറ്റ് ഇൻ ടു യുവർ ലൈഫ്, അതെങ്ങനെയാണെന്ന് ഇന്നലെയൊക്കെ ഞാൻ നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി ഇങ്ങനെ നടത്തുന്ന ഒരു ഡ്രോപ്പ് ഇൻ സെഷൻസ്, മാസ്റ്റർ മൈൻഡ്സ്, ഇങ്ങനെയുള്ള ഒരു വലിയ സപ്പോർട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ നമ്മളിലേക്ക് എന്താണ് ഇങ്ങനെ ഒരു പ്രോബ്ലം വന്നാൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, അല്ലെ ഇങ്ങനെ ഒരു സ്റ്റക്കപ്പ് ആയാൽ നമുക്ക് എന്താണ് അടുത്ത സ്റ്റെപ്പ് എടുക്കാൻ പറ്റുക. അപ്പൊ ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഇതിന്റെ പുറകിലുണ്ട്, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന, നമുക്ക് മോട്ടിവേഷൻ തരുന്ന. നമ്മളെന്താണോ മനസ്സിൽ വിചാരിക്കുന്നത് അതായിരിക്കും ചിലപ്പോൾ അടുത്ത ആഴ്ചയിലത്തെ ആ ഡ്രോപ്പ് ഇൻ സെഷനായിട്ട് വരുന്നത്, അല്ലെങ്കിൽ ആ മാസ്റ്റർ മൈൻഡിൽ വരുന്നത്. അപ്പൊ ദൈവമേ, ഇത് ഞാൻ വിചാരിച്ച് തന്നെയാണല്ലോ ഇവർ എനിക്ക് വേണ്ടി പറഞ്ഞു തരുന്നത്. അപ്പൊ അങ്ങനെ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റപ്പ് ഉള്ള ഒരു ഗ്രൂപ്പിലേക്ക് വന്ന് പെടുന്നതിന്റെ, അല്ലെങ്കിൽ അതിന്റെ ഒരു പോസിറ്റിവിറ്റി എന്ന് പറയുന്നത് എനിക്ക് ഫീൽ ചെയ്യുമ്പോൾ ഇത് എത്ര നല്ലൊരു പ്ലാറ്റ്ഫോം ആണ് എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോ നമ്മൾക്ക് മണി അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഇൻകം എന്നതിനോടൊപ്പം തന്നെ നമ്മുടെ മൈൻഡ് സെറ്റപ്പ് മാറുന്നു, നമ്മുടെ ലൈഫ് മാറുന്നു, നമ്മുടെ ചിന്താഗതികളിലൊക്കെ മാറ്റം വരുന്നു. അത് പല രീതിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. ഒരു ഹാപ്പി പേഴ്സൺ ആവാൻ നമ്മളെ തന്നെ ഒന്ന് എന്താ പറയാ, ഒരു മെന്റലി നമ്മളെ ഒന്ന് റീവയർ ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നു. അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളാണ് എന്നെ ഇതിലേക്ക് അട്രാക്ട് ചെയ്തത്. അപ്പൊ സാധാരണ ഇപ്പൊ എന്റെ ഫേസ്ബുക്കിൽ കാണുന്ന, എന്നെ അറിയാവുന്ന ആൾക്കാർ, ഇവൾക്ക് ഇതിന്റെ ആവശ്യമുണ്ടോ, നല്ലൊരു ജോലി ഇല്ലേ, പിന്നെ ഈ ഒരു കാര്യം കൂടെ ഇനി എടുത്തു വെച്ചിട്ട് ഇപ്പോ എന്തിനാണെന്നുള്ളൊരു ചോദ്യത്തിനോട് മനസ്സിലുണ്ടോ? പലരും ചോദിക്കാൻ മടിക്കുന്നുണ്ടാവും, എന്തിനാ ഇതിന്റെ പുറയിലൊക്കെ പോകുന്നത്, നല്ലൊരു ജോലിയില്ലേ, ഇത്രയൊക്കെ പോരെ എന്ന് ചോദിക്കുന്നവരുണ്ടാവും. പക്ഷെ നമ്മുടെ ജോലിയിൽ നമ്മൾ ഒരിക്കലും റീപ്ലേസബിൾ അല്ല. ഏത് സമയത്ത് നമ്മളെ ഇങ്ങനെ പുഷ്പം പോലെ തൂക്കിയെടുത്ത് അവർ വെളിയിൽ കളയും. നാളെ നമ്മൾ ഇരിക്കുന്ന സ്ഥാനത്ത് വേറൊരാൾ ഇരിക്കും, നമ്മൾ കാണേണ്ടി വരും. അല്ലെങ്കിൽ നമ്മൾക്കൊരു ഹെൽത്ത് ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ പോയി ചെയ്യാൻ പറ്റണമെന്നില്ല. പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലുള്ളവർക്ക് ഏജ് ഒരു പ്രശ്നം തന്നെയാണ്. നമ്മളെപ്പോഴും ഒരു ഏജ് ഒരു നമ്പറാണ്, അത് വെച്ചിട്ടല്ല. പക്ഷെ ഇറ്റ് മാറ്റേഴ്സ്. നമ്മൾ നാട്ടിൽ എങ്ങനെയാണോ ഒരു ഏജ് കഴിഞ്ഞാൽ നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ഏജ് കഴിഞ്ഞാൽ എങ്ങനെയാണോ നമുക്ക് പിന്നെ ജോലി സാധ്യതകൾ ഇല്ലാതെ ആകുന്നത്, അതുപോലെ തന്നെയാണ് മിഡിൽ ഈസ്റ്റിലും ഏജ് ഒരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ചെറിയ പ്രായത്തിൽ വിചാരിക്കും എനിക്ക് വർക്ക് ചെയ്യാമല്ലോ ഇങ്ങനെയാണ്. പക്ഷെ ഓരോ വർഷം കഴിയും തോറും നമ്മൾ അതിലേക്ക് അടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇപ്പൊ തുടങ്ങി വെച്ചാൽ നമ്മൾക്ക് നാളെ ഒരു സ്റ്റേജിൽ ജോലി ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ, പ്രത്യേകിച്ചും നമ്മൾ ലേഡീസ് ആയിട്ടുള്ളവര്, പിന്നെ നേഴ്സസ് ആയിട്ടുള്ളവര്, വിവാഹം കഴിഞ്ഞ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്ലാൻ ചെയ്യുന്നവർ, നമുക്കൊന്ന് മാറി നിൽക്കണം, കുറച്ചുനാൾ നമുക്കൊന്ന് ജോലി ചെയ്യാതിരിക്കണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് പോസിബിൾ അല്ല. കാരണം ജോലിയിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ നമ്മളെ അതെങ്ങനെ ഫൈനാൻഷ്യലി ബാധിക്കും, ജോലിയിൽ ഗ്യാപ്പ് വരുമ്പോൾ എങ്ങനെ അതിനെ ബാധിക്കും, ഇതിന്റെ ഒന്നും ടെൻഷൻ ഇല്ലാതെ നമ്മൾക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നാളെ എനിക്ക് ജോലിക്ക് പോകണ്ടെന്ന് തീരുമാനിക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജിലേക്ക് എനിക്ക് വളരാൻ പറ്റുന്ന അത്രയും പൊട്ടൻഷ്യൽ ഉള്ള ഒരു ബിസിനസ് പ്ലാറ്റ്ഫോം തുറന്നു കിട്ടുമ്പോൾ എന്തുകൊണ്ട് ട്രൈ ചെയ്തുകൂടാ? ഇതായിരുന്നു എന്റെ ക്വസ്റ്റ്യൻ. അപ്പോൾ മെയിൻ ആയിട്ടും എന്റെ വൈ എന്ന് പറയുന്നത്, ഞാനൊരു 10-11 വർഷം അനുഭവിച്ച, എനിക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നപ്പോൾ പിന്നെ എന്നെ സംബന്ധിച്ച് എനിക്കുണ്ടായ ഫൈനാൻഷ്യൽ പ്രോബ്ലംസ്, അല്ലെങ്കിൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ വീട്ടിലിരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം, അതൊക്കെ ഇനി ഒരു സാഹചര്യത്തിൽ ഉണ്ടാകത്തില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അതിനെ എനിക്ക് നേരിടാൻ വേണ്ടിയിട്ടാണ്, അതിന് എനിക്കൊരു ബാലൻസ്, എന്റെ ലൈഫിൽ ഒരു ബാലൻസ് ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോം തീർച്ചയായിട്ടും തിരഞ്ഞെടുത്തത്. അപ്പൊ അതിന് ആഡഡ് ആണ് ഈ ഒരു പോസിറ്റീവ് കമ്മ്യൂണിറ്റി, ഇത്രയും നല്ലൊരു മൈൻഡ് സെറ്റപ്പ് ഉള്ള കുറെ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ, നമുക്ക് കിട്ടുന്ന മോട്ടിവേഷൻ, നമുക്ക് കിട്ടുന്ന സപ്പോർട്ട്, നമുക്ക് കിട്ടുന്ന മെന്റർ, കോച്ച്, ഇതെല്ലാം, അതേപോലെ തന്നെ ട്രെയിനിങ്, ഇതെല്ലാം ഇതിലേക്ക് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ആഡ് ഓൺസ് ആണ്. നമുക്ക് ഇതെല്ലാം ആഡഡ് ആണ്, ബെനിഫിറ്റ്സ് ആണ്. അപ്പൊ അതാണ് എന്റെ ഡിസിഷൻ ഇതിലേക്ക് വരാനുള്ളത്. അപ്പോൾ താങ്ക് യു സോ മച്ച് ബിന്ദു. Thank you for giving me an opportunity to talk about this. Great job, Jessie. Jessie, you covered it all really well. എല്ലാ കാര്യങ്ങളും നല്ലപോലെ കവർ ചെയ്തു. Especially the fact that we are replaceable at work. മനസ്സിലായി പറഞ്ഞേ, അതൊരു മെയിൻ പോയിന്റ് ആണ്. കാര്യം നമ്മൾ ആരും റിയലൈസ് ചെയ്യാത്ത ഒരു പോയിന്റ് ആണത്. നമ്മൾ എപ്പോ വേണേ നമ്മളെ റീപ്ലേസ്, നമ്മളിപ്പോ നമ്മൾക്കിപ്പോ നാളെ ഒരു എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ആകട്ടെ, അല്ലെ വാട്ട് എവർ ദ റീസൺ ഈസ്, റൈറ്റ്, നെക്സ്റ്റ് മൊമെന്റ് ദേ ആർ പുട്ടിംഗ് ദ റിക്വസിഷൻ ഇൻ, അടുത്ത ജോബ് ഫില്ല് ചെയ്ത് പോകുന്നു. ദാറ്റ്സ് എ ഗ്രേറ്റ് പോയിന്റ്. പിന്നെ എന്താ പറയുന്നത്, ഞാൻ ജെസ്സി,
പഴയ ജനറേഷൻ ആണെന്ന് പറയണ്ട, യു സ്റ്റിൽ ലുക്ക് ബ്യൂട്ടിഫുൾ ആൻഡ് ഇപ്പോഴത്തെ ജനറേഷനെ പോലെ തന്നെ ഉണ്ട്. ഞാൻ എന്തുകൊണ്ടത് പറയുന്നത് അറിയാം, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാ, അപ്പൊ പിന്നെ എന്നെ കൂടെ ഏജ് ആക്കണ്ട. എന്തോ ആരും പറയുന്നില്ല ഏജാണ്, സുന്ദരികളാണ് അല്ലേ? just kidding, but thank you Jessie, it was so good. നല്ല രീതിയിൽ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാൻ ജെസ്സിക്ക് പറ്റി. അത് കേൾക്കുന്നവർക്കെല്ലാം മനസ്സിലാകുന്നുണ്ടാവാം എന്തുകൊണ്ട് നമ്മള് ഇവിടെ തന്നെ പലരും ജെസ്സിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ എന്നോടും പലരും ചോദിക്കുന്നതും അല്ലെ മനസ്സിൽ ഉദ്ദേശിക്കുന്നതുമാണ്. കാര്യം ഞാൻ ഓൾറെഡി നേഴ്സ് മാനേജറാണ്, റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്നുണ്ട്, പിന്നെ എന്തോത്തിനാണ് ഇത് ചെയ്യുന്നതെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. നമ്മളെപ്പോഴും ചുമ്മാതിരുന്ന് നമ്മള് സമയം കളയാതെ ഈ കാണുന്ന നെറ്റ്ഫ്ലിക്സോ അല്ലെ റീൽസോ അതൊക്കെ കാണണം, അതൊക്കെ മെന്റലി റിലാക്സിങ് കാണുക. പക്ഷെ എനിക്ക് അത് ഫുൾ അതിലങ്ങോട്ട് കളയാതെ അതിൽ യൂട്ടിലൈസ് ചെയ്യുന്നതിന്റെ ഒരു ചെറിയ പാർട്ട് ഓഫ് ടൈം ഇതിൽ കൊടുത്താൽ ഇതിന്റെ പൊട്ടൻഷ്യൽ ഈസ് ഹ്യൂജ് അല്ലേ? അതുകൊണ്ടാണ് നമ്മളെല്ലാം ഇത് ചെയ്യുന്നത്, ഇത്രയുമൊക്കെ ബിസി ആയിട്ടുള്ളവരായിട്ട് കൂടി നമ്മളൊക്കെ ചെയ്യുന്നത്. എനിവേ, സോ നൗ ലെറ്റ്സ് ഗോ ടു ശ്രീജ. ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, അപ്പൊ അതിന്റെ കൂടെ തന്നെ ശ്രീജ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ഒന്ന് ആൻസർ ചെയ്യാൻ ശ്രമിക്കണേ. അപ്പം ഇതിനകത്ത് പല കസ്റ്റമേഴ്സും ചോദിക്കുന്നതാ, നിങ്ങൾ എങ്ങനെയാണ് ഇതിനകത്ത് പൈസ ഉണ്ടാക്കുന്നത്? അതുപോലെ തന്നെ ഇതിനൊക്കെ ഇസ് ഇറ്റ് വർത്ത് ഇറ്റ്? ഇതിനൊരു സ്കെയിലബിലിറ്റി എന്താണ്? ഈസ് ഇറ്റ് വർത്ത് ടു സ്പെൻഡ് ടൈം ഓൺ ഇറ്റ്? കാര്യം ഓരോരുത്തർ ഓരോ ബിസിനസ് ചെയ്യുന്നതിനും അതിനകത്തൊരു നമ്മൾ ജോലിയിൽ നിന്ന് ഉണ്ടാക്കാവുന്നതിനെക്കാട്ടിൽ കൂടുതൽ, അല്ലെങ്കിൽ നമുക്ക് ജോലിയിൽ നിന്നുണ്ടാക്കുന്ന ഒരു എക്സ്ട്രാ സ്ട്രീം ഓഫ് ഇൻകം ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്തക്കാനുള്ള മണി ഇല്ലെങ്കിൽ നമ്മൾ ആരും ഇത് ചെയ്യാൻ പോകുന്നില്ല. വൈ വുഡ് വി ഡു ദിസ് അല്ലേ? അപ്പൊ അതാണ് എന്റെ ക്വസ്റ്റ്യൻ. നമ്മുടെ പല കസ്റ്റമേഴ്സ്, എനിക്കറിയാം ശ്രീജയുടെ കസ്റ്റമേഴ്സ്, നമ്മുടെ എല്ലാവരുടെയും കസ്റ്റമേഴ്സ് ചോദിക്കുന്നതാണ്, ഇതിന് എങ്ങനെ പൈസ ഉണ്ടാക്കാം ആൻഡ് ഇതിന്റെ ഒരു സ്കെയിലബിലിറ്റി എന്താണ്? അതിനൊന്ന് റെസ്പോണ്ട് ചെയ്യാമോ ശ്രീജ? താങ്ക് യു ബിന്ദു ഫോർ ഇൻവൈറ്റിംഗ് മീ ഫോർ ദി ലൈവ് സെഷൻ. എന്നെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണെങ്കിൽ, എന്നെ അറിയത്തില്ലാത്തവർക്കായിട്ട് എൻ്റെ പേര് ശ്രീജ ശ്രീകുമാർ. ഞാൻ UK നിന്നാണ്. ഞാനൊരു നേഴ്സും അതുപോലെ തന്നെ 2 കുട്ടികളുടെ അമ്മയുമാണ്. 2 ബോയ്സ് ആണ് എനിക്കുള്ളത്. ഞാനിവിടെ കുറെ നാളുകളായിട്ട് വന്ന് 2003 വന്നാണ്. അങ്ങനെ കുറെ നാളുകളായിട്ട് ഇവിടെ സെറ്റിൽഡ് ആണ്. അപ്പോൾ കമ്മിങ് ടു യുവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എങ്ങനെയാണ് നമ്മൾ ഇതിൽ മണി മേക്ക് ചെയ്യുന്നത്? അപ്പം നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഓൾറെഡി എല്ലാവർക്കും അറിയാമായിരിക്കും, ജെസ്സി ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ ഇത് ആക്ച്വലി നമ്മളൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് നമ്മൾ. അതുപോലെ തന്നെ ഇതൊരു ഓട്ടോമേറ്റഡ് സിസ്റ്റം വഴിയാണ് ഈ ബിസിനസ് റൺ ചെയ്യുന്നത്. നമുക്കിതിൽ ബെനിഫിറ്റ്സ് എങ്ങനെയാണ് ഉണ്ടാവുന്നത് ചോദിച്ചാൽ, നമ്മൾ എത്ര എഫോർട്ട് ഇടുന്നോ, നമ്മളുടെ ബിസിനസ് വോളിയം എങ്ങനെയാണോ അതിനനുസരിച്ചായിരിക്കും നമ്മൾ ഇതിൽ മണി മേക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ബിസിനസ്സിൽ ആരുമായിട്ടും നമ്മളിങ്ങനെ ജെസ്സി ഓൾറെഡി പറഞ്ഞിരുന്നു, നമ്മൾ പ്രോഡക്റ്റ് ഒന്നും അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് സെല് ചെയ്യാനും ഒന്നും ആർക്കും പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പല ആൾക്കാർ, അതാണ് ഇതിന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്, നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പ്രോഡക്റ്റ് സെല് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മൾ ഇത് ചേസ് ചെയ്യാനോ ഒന്നും പോകുന്നില്ല. നമുക്ക് ഇതിനു വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒരു പ്ലേസ് ആവശ്യമില്ല. നമ്മൾ നമ്മുടെ ഫാമിലിയോടോ ഫ്രണ്ട്സിനോടോ ആരോടും ബഗ്ഗേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ അതുപോലെ തന്നെ പലപ്പോഴും വന്ന് നമ്മൾ ലൈവ് സെഷൻ ആയിട്ടായാലും അല്ലാതെ തന്നെ നമ്മൾ പല വീഡിയോസും ഒക്കെ ആയിട്ട് നമ്മൾ ഫ്രീ ഇൻഫർമേഷൻസ് എല്ലാവർക്കും ഇപ്പൊ കൊടുത്തോണ്ടിരിക്കുന്ന പോലെ തന്നെ നമ്മൾ കൊടുക്കും. പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ചുള്ള നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് അവർക്ക് ഇൻട്രസ്റ്റ് ആണെങ്കിൽ പോകാൻ പറ്റും. പിന്നെ നമ്മുടെ ഇതിൽ തന്നെ ഓൾറെഡി ബിന്ദു പറഞ്ഞിരുന്നു, ഇതിൽ നമുക്ക് ഒരു ബിസിനസ് അല്ലെങ്കിൽ ആമസോണോ ഏതെങ്കിലും ഒരു ബിസിനസ്സിൽ കിട്ടത്തില്ലാത്ത ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ, ഇതിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ് ട്രെയിനിങ് എന്ന് പറയുന്നത്. നമുക്ക് ട്രെയിനിങ് ഫെസിലിറ്റി കിട്ടി ഒരു ബിസിനസ് തുടങ്ങുക, അതും നമ്മുടെ ലൈഫ് ലോങ് നമ്മൾ ആ ബിസിനസ് റൺ ചെയ്യുന്ന ഫുൾ ടൈമിലും ബിസിനസ്സിൽ നമുക്കൊരു ട്രെയിനിങ് കിട്ടുക എന്നുള്ളത് എപ്പോഴും നമുക്ക് അവൈലബിൾ അല്ല. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, ട്രെയിനിങ്ങിനൊക്കെ നമ്മൾ എത്ര പൈസ കൊടുക്കണം. നമ്മൾ തുച്ഛമായ ഒരു എമൗണ്ടിൽ നമ്മൾ ഇത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ലൈഫ് ലോങ്ങിൽ ആ ഒരു മണിയിൽ തന്നെ നമ്മൾ ഓൺലൈനായിട്ട് നമ്മുടെ കംഫോർട്ട് അനുസരിച്ച് നമുക്ക് എപ്പോൾ വേണേലും എവിടെ ഇരുന്ന് വേണമെങ്കിലും എപ്പോഴും വീണ്ടും ലേൺ ചെയ്യാവുന്ന ഒരു ഇതാണ്. അപ്പൊ അതിന്റെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ട്രെയിനിങ് സെഷനും അതാണ്. നമുക്കതിന് പ്രത്യേകിച്ച് നമുക്ക് എക്സ്പീരിയൻസോ ടെക്നിക്കൽ സ്കില്ലോ ഒന്നും ആവശ്യമില്ല. കാരണം ഞാൻ ഒരു നേഴ്സും സാധാരണ ഒരു സ്ത്രീയാണ്, സാധാരണ ഒരു എല്ലാവരെയും പോലെ തന്നെ ഒരു നേഴ്സും സാധാരണ ഒരു അമ്മയുമാണ്. എനിക്കൊരു 0 ഓൺലൈൻ എക്സ്പീരിയൻസും ഇല്ലായിരുന്നു ഈ ബിസിനസ് തുടങ്ങുമ്പോൾ. അപ്പൊ ആദ്യമൊന്നും എനിക്കും അറിയത്തില്ലായിരുന്നു എന്താണെന്ന്. പക്ഷെ ഈ ട്രെയിനിങ്സ് ആയിട്ട് ഓപ്പൺ ചെയ്തപ്പോഴാണ് സർപ്രൈസ് ആയിട്ട്
ഇതിലൂടെ ഉള്ള നോളേജ്, ഇതിലൂടെ ഉള്ള ആ ഒരു ഫെസിലിറ്റീസ് ഒക്കെ നമ്മളെ ചെറിയ കുട്ടികളെ പോലെ പഠിപ്പിച്ച് അത് സ്റ്റെപ്പ് ചെയ്ത് നമ്മളെ ആ ബിസിനസ്സിലോട്ട് ഇറക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതാണ് അതിന്റെ ഒരു ഇത്. അപ്പൊ നമ്മൾ എത്ര ബിസിനസ് വോളിയം ഉണ്ടാക്കുന്നോ അതനുസരിച്ചാണ് നമ്മുടെ ഈ ബിസിനസ്സിൽ കിട്ടുന്ന ഒരു മണി എന്ന് പറയുന്നത്. അതാണ് ഫസ്റ്റ് പാർട്ട്. സെക്കൻഡ് തിങ് ഇതിന്റെ സ്കെയിലബിലിറ്റി എന്ന് പറയുന്നത്, നമ്മൾ അതായത് നമ്മൾ എടുക്കുന്ന എഫോർട്ട് അനുസരിച്ച് നമ്മൾ ഓരോ സ്റ്റെപ്പും എടുത്ത് നമ്മൾ ട്രെയിനിങ് തുടങ്ങുന്ന സമയം തൊട്ട് നമ്മൾ എടുക്കുന്ന സ്റ്റെപ്പ് അനുസരിച്ച് നമ്മളുടെ വളർച്ച അനുസരിച്ച് നമ്മളോടൊപ്പം വളരുന്ന ഒരു ബിസിനസ്സാണ്. ഇത് മാത്രമല്ല, നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, നമുക്ക് മാത്രമല്ല നമ്മുടെ ഫാമിലിയിലുള്ള മറ്റുള്ളവർക്കും ഇതിൽ ഇൻവോൾവ് ചെയ്യാവുന്നതാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ 18+ ഒക്കെ ആയിക്കഴിഞ്ഞാൽ അവരെ ഇതിൻ്റെ അകത്ത് ഇൻവോൾവ് ചെയ്യിക്കുക, നമുക്ക് മാത്രമായിട്ട് റൺ ചെയ്യുന്നില്ല. അങ്ങനെയൊക്കെ ഒരു ഫെസിലിറ്റീസ് എന്ന് പറയുന്നത് ഈ ഡിജിറ്റൽ ബിസിനസ്സിൽ ഒരു പക്ഷേ ഇതിൽ മാത്രമേ കാണുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഫിസിക്കലി നമ്മൾ ഡോർ ടു ഡോർ നമ്മൾ സെല്ല് ചെയ്തിട്ട് വരും. പിന്നെ നമുക്ക് ചെറുതായിട്ട് ആർക്ക് വേണമെങ്കിലും ചെയ്യാം. അപ്പൊ ഞാൻ തന്നെ ഒരു ഫുൾ ടൈം ജോബ് ചെയ്തുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. നിങ്ങളെപ്പോലെ തന്നെ എല്ലാവരും ഒരു ഫുൾ ടൈം നഴ്സിംഗ് ജോബിനോടൊപ്പം നമുക്കൊരു പാർട്ട് ടൈം ആയിട്ടാണ് ഇത് കൊണ്ടുപോകുന്നത്. അതിപ്പോ നമുക്കൊരു സ്മോൾ ആയിട്ട് വേണേൽ തുടങ്ങാം, അല്ലെങ്കിൽ തന്നെ നമുക്ക് ഇത് വേണമെങ്കിൽ ഒരു പറ്റത്തില്ല, നിങ്ങൾക്ക് ഒരു വർഷം നിങ്ങൾക്ക് നിങ്ങളുടെ മെയിൻ ജോബ് കൊണ്ടുപോകാൻ പറ്റത്തില്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് ഫുൾ ടൈം പോലെ കൊണ്ടുപോകാം. അത് നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പൊ നമുക്കിപ്പോ നമ്മളിത് പാർട്ട് ടൈം ആയിട്ട് കൊണ്ടുപോകുന്നു, ഒരുപക്ഷെ ഫ്യൂച്ചറിൽ ഇത് നമ്മുടെ ഒരു മെയിൻ ജോബ് ആവും. അതാണ് നമ്മുടെ എയിം. പിന്നെ ഉള്ളതെന്ന് പറയുന്നത്, നമുക്കിത് പ്രത്യേകിച്ച് ഇതൊരു സ്ഥലത്തിരുന്ന് ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കിപ്പോ ട്രഡീഷണൽ ബിസിനസ് ആകുമ്പോഴത്തേക്ക് നമുക്കൊരു ഷോപ്പ് വേണം, അല്ലെങ്കിൽ നമ്മൾ അതിൽ ആൾക്കാരെ റിക്രൂട്ട് ചെയ്യണം, അങ്ങനെയൊക്കെ ഉള്ള അവർക്ക് പ്രത്യേകിച്ച് അതിനുള്ള എല്ലാ ഫെസിലിറ്റീസും കൊടുക്കണം. മാത്രമല്ല, നമുക്ക് ഒരു ട്രഡീഷണൽ ബിസിനസ് ആകുമ്പോൾ നമുക്ക് ആ ഒരു ഷോപ്പ്, ഒരു കടയാണെങ്കിൽ അതും എടുത്തോണ്ട് പോകാൻ പറ്റത്തില്ല. ഈ ഒരു ബിസിനസ് എന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് ഒരു പ്ലേസോ ഒരു സ്പേസ് ആവശ്യമില്ല, നമുക്ക് എവിടെ ഇരുന്ന് വേണമെങ്കിലും ചെയ്യാം. ഇപ്പൊ ട്രഡീഷണൽ ബിസിനസ് ആകുമ്പോൾ നമ്മൾ എന്തായാലും ആ ഷോപ്പിൽ പോകണം, അല്ലെ? ഒരു ഷോപ്പ് ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഒരു ഷോപ്പ് ആണെങ്കിൽ നമ്മൾ ആ ഷോപ്പിൽ പോകണം. നമ്മളിപ്പോ അവിടെ എത്ര ഓണേഴ്സ്, നമ്മൾ അവിടുത്തെ ബോസ് ആണെന്ന് പറഞ്ഞാൽ പോലും നമ്മുടെ കണ്ണവിടെ കാണണം, അല്ലെ? നമ്മൾ അക്കൗണ്ടിങ്ങിലും എല്ലാ തരത്തിലും നമ്മുടെ കണ്ണവിടെ കാണണം. നമ്മുടെ ഒരു പ്രസൻസ് അവിടെ എപ്പോഴും ആവശ്യമാണ്. നമുക്കൊരു ഹോളിഡേക്ക് പോകുമ്പോൾ പോലും എൻ്റെ അറിവിൽ ഒത്തിരി പേര് ബിസിനസ് ചെയ്യുന്നവര്, എനിക്ക് ഒരുപക്ഷെ എൻ്റെ ഹസ്ബൻഡ് ഇത് ചെയ്തിട്ടുള്ളതാണ്, അതുകൊണ്ടറിയാം, നമുക്കൊരു ട്രഡീഷണൽ ബിസിനസ് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഹോളിഡേക്ക് പോകുമ്പോൾ പോലും നമുക്കൊരു സമാധാനം കാണത്തില്ല. എൻ്റെ ഷോപ്പിൽ എന്തായിരിക്കും നടക്കുന്നത്, അവിടെ ഇപ്പൊ എല്ലാം കറക്റ്റ് ആയിട്ടാണ് നടക്കുന്നത്, എല്ലാം എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, ഇങ്ങനെയൊക്കെ എല്ലാവർക്കും അവരുടെ ബ്രെയിനിൽ അത് എപ്പോഴും കാണും. പക്ഷെ നമുക്ക് ഈ ഒരു ബിസിനസിന്റെ അട്രാക്ഷൻ എന്ന് പറയുന്നത്, നമുക്ക് ഈ ബിസിനസ് നമ്മുടെ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് പോകാം. നമ്മൾ എവിടെയാണോ പോകുന്നത് അവിടെ ഇരുന്ന് നമുക്ക് ചെയ്യാം. നമുക്ക് ഇന്ന സമയം വേണമെന്നില്ല. നമുക്ക് എപ്പോഴാണ് കംഫോർട്ടായിട്ട് ഒരു ടൈം കിട്ടുന്നത്, എവിടെയാണോ ഒരു പ്ലേസ് കിട്ടുന്നത് അവിടെ ഇരുന്ന് ചെയ്യാം. അതാണ് നമുക്ക് പോക്കറ്റിൽ ഇട്ടുകൊണ്ട് പോകാവുന്ന ഒരു ബിസിനസ്. ഇത്രയും അട്രാക്റ്റീവ് ആണ്. നമുക്ക് ഗ്ലോബലി റൺ ചെയ്യുന്ന ഒരു ബിസിനസ് ആണ് നമുക്കിത്. അതുപോലെ തന്നെ നമുക്കിപ്പോ തന്നെ ജെസ്സി ദുബായിൽ ഇരിക്കുന്നു, ബിന്ദു US ഇരിക്കുന്നു. നമുക്ക് അതുപോലെ നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ആളെ റീച്ച് ചെയ്യാം. നമുക്കിപ്പോ ഇന്ന സ്ഥലത്ത്, ഇപ്പൊ എനിക്ക് UK ആള് മാത്രമേ ഉള്ളൂ, എനിക്ക് ബിസിനസ് അവരെ മാത്രമേ ഇൻവോൾവ് ചെയ്യിക്കാം, അങ്ങനെയൊന്നുമില്ല. ഇത് ഗ്ലോബലി റൺ ചെയ്യുന്ന ഒരു ബിസിനസ് ആണ്. കാരണം ഇത് ഓട്ടോമേറ്റഡ് സിസ്റ്റം വഴി ആയതുകൊണ്ട് നമുക്ക് ട്രെയിനിങ് ആയാലും മറ്റുള്ള ഫെസിലിറ്റീസ് ആയാലും നമുക്ക് ഇതിലൊന്നും ആരെയും മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ നമുക്കൊരു കമ്മ്യൂണിറ്റി ഉണ്ട്, ഫുൾ സപ്പോർട്ടായിട്ട്. എപ്പോഴും ഇത്രയും വൈഡായിട്ടുള്ള ഇതിൽ എന്താണ് പ്രത്യേകത എന്ന് വെച്ചാൽ, നമുക്കിപ്പോ ഒരു നമുക്കൊരു പേഴ്സണലായിട്ട് എപ്പോഴേലും ഒരു ഡിപ്രഷൻ പോലെ വന്നു, അതായത് നമുക്ക് ഇപ്പൊ ഞാനൊക്കെ UK ഞാൻ തന്നെ അത് സോൾവ് ചെയ്യണം, അല്ലെ? പക്ഷെ ഇതിന്റെ അകത്ത് വരുന്ന കമ്മ്യൂണിറ്റിയിൽ, ഈ കമ്മ്യൂണിറ്റിയിലുള്ള ഒരു ട്രെയിനിങ്ങും ഇതിലുള്ള ടീച്ചിങ്ങും ഇതിലുള്ള സെഷൻസ് ഒക്കെ കാണുമ്പോൾ നമ്മൾ ബൂസ്റ്റ് ആവുകയാണ്. നമ്മുടെ എനർജി, നമ്മൾ എത്ര ഡൗൺ ആയാലും നമ്മൾ മേളിലോട്ട് വരും. പക്ഷെ ഒരു ട്രഡീഷണൽ ബിസിനസ് ആണ്, നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ ആരെങ്കിലും കാണത്തില്ല. ഫാമിലി പോലും ചിലപ്പോൾ കംപ്ലൈന്റ് പറയും, അല്ലേ? അവർ കുറ്റപ്പെടുത്തും, ആരും കാണത്തില്ല. നമ്മളപ്പോ വീണ്ടും ഡൗൺ ആയിപ്പോകും. അപ്പൊ അതാണ് ഈ ബിസിനസിന്റെ സ്കെയിലബിലിറ്റി എന്ന് പറഞ്ഞാൽ, നമുക്ക് എവിടെ ഇരുന്നും എപ്പോഴിരുന്നും ചെയ്യാം, ലിമിറ്റ് ഇല്ല, നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം. അങ്ങനെ നമ്മളൊരു 18+ ആവണം, അത്രമാത്രമേ ഉള്ളൂ. ആർക്ക് വേണമെങ്കിലും അത് കഴിഞ്ഞാൽ ചെയ്യാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഇതുപോലെ വാച്ച് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇൻഫർമേഷൻ സെഷനിലൂടെ സ്റ്റാർട്ട് ചെയ്യുക. അത് കഴിയുമ്പോഴത്തേക്കും നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മളുടെ അടുത്ത സ്റ്റെപ്പിൽ പോകുമ്പോൾ നമുക്ക് ഇൻഫർമേഷൻ കിട്ടും. പിന്നെ നമുക്കിത് ആവശ്യമുള്ള കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എടുക്കുന്ന ഫസ്റ്റ് സ്റ്റെപ്പും സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വില്ലിങ്നെസ് ടു ലേൺ ആണ്. ഇത് രണ്ടും ഉണ്ടെങ്കിൽ, നമ്മുടെ മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ബിസിനസ്സിൽ എത്ര
എത്ര ലെവൽ വരെ വേണമെങ്കിലും പോകാം. അതാണ് ഇതിന്റെ സക്സസ് എന്ന് പറയുന്നത്. സോ അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് ഈ ബിസിനസിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബിന്ദുവിനെ ആണെങ്കിൽ ആഡ് ചെയ്യാം. ബാക്ക് ടു ബിന്ദു. Thank you so much. Thank you, Srija. Well explained. You covered almost everything about the business. That's great. So yeah, Srija പറഞ്ഞ പോലെ ഇതിന്റെ ഒരു സ്കേലബിലിറ്റി എന്ന് പറഞ്ഞാല് ഇപ്പം ജെസ്സി ഓൾറെഡി പറഞ്ഞു, ജെസ്സി എന്നിലൂടെയാണ് ഇൻഫർമേഷൻ ലഭിച്ചിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്തതെന്ന് പറഞ്ഞു. പക്ഷെ ഇതിന്റെ പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ജെസ്സിക്ക് ഞാൻ ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും മണി ഉണ്ടാക്കാൻ സാധിക്കും വേണമെങ്കിൽ. If Jessie put her mind into it, consistently work, put the effort into it, ജെസ്സിക്ക് എന്നെക്കാട്ടിലും സോ എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് പല ട്രഡീഷണൽ ഇങ്ങനത്തെ ഒക്കെ ഉള്ള മാർക്കറ്റിംഗ് മോഡൽ എന്ന് പറഞ്ഞാൽ മിക്കവാറും മേളിലോട്ടുള്ളവർക്കാണ് കൂടുതൽ കിട്ടുന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ ഒന്നിലും ഇൻവോൾവ് ആയിട്ടില്ല ഇതിനു മുമ്പ്, സോ എനിക്കറിയത്തില്ല, ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളിലൂടെ സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് പോലും നമ്മളെക്കാട്ടില്ല, അതായത് നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിന്റെ ഫൗണ്ടേഴ്സ് ഉണ്ടാക്കുന്നതിനെക്കാട്ടിൽ മണി അതിന് താഴെ അത് കഴിഞ്ഞു വന്നവർ ഇപ്പോൾ ഉണ്ടാക്കുന്നുണ്ട്. ക്യാൻ വി ബിലീവ് ദാറ്റ്? ഏത് ഇതിലാണ് ഓണർ അല്ലെങ്കിൽ ഫൗണ്ടർ ഉണ്ടാക്കുന്നതിനെക്കാട്ടിൽ കൂടുതൽ എംപ്ലോയീസിന് ഉണ്ടാക്കാൻ പറ്റും? എംപ്ലോയീസ് എന്ന് ഞാൻ ജസ്റ്റ് ഇതിനകത്ത് പറയുന്നതാണ്, പക്ഷെ എങ്കിൽ ഇതിനകത്ത് എംപ്ലോയീസ് ഇല്ല, എല്ലാവരും അവരവരുടെ ബിസിനസ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ ദ പോസിബിലിറ്റീസ് ആർ എൻലെസ്. ദാറ്റ്സ് എ ബോട്ടം പോയിന്റ് ഓഫ് ഇറ്റ്. നമ്മൾ എങ്ങനെ അത് ചെയ്യണമെന്ന് ഓർക്കുക, നമ്മൾ അതിന്റെ സ്ട്രാറ്റജീസ് ചെയ്യുക. ഇപ്പം ഇപ്പോൾ ഒരു കട ഇട്ടാലും എന്തിട്ടാലും നമ്മളത് മാർക്കറ്റിംഗ് ചെയ്ത് നമ്മളത് ഇപ്പോൾ ഒരു മാർക്കറ്റിംഗ് ശരിയായില്ല, യു ഡു അനദർ തിങ്. പക്ഷെ അതിനുള്ള സപ്പോർട്ടും ശ്രീജ പറഞ്ഞ പോലെ സപ്പോർട്ടും ട്രെയിനിങ്ങും എല്ലാം നമുക്ക് കിട്ടും. You just change the marketing strategy and do it again. So that's how you do it. So thank you so much, Srija. You explained it very well. അപ്പം ഇനിയും സിജിലോട്ട് വരികയാണ്. അപ്പം ഞാൻ അതിനകത്ത് ഉദ്ദേശിക്കുന്നത് പറയാം, നമ്മളുടെ ഇതിനകത്ത് ഈ ഇതെല്ലാം കാണുന്ന പലർക്കും ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഇതിനെപ്പറ്റി ഞാൻ കൂടുതൽ ഇൻഫർമേഷൻ കിട്ടാൻ എന്താണ് ചെയ്യേണ്ടതെന്ന്. അപ്പം നമ്മൾ അങ്ങനെ കൂടുതൽ ഇൻഫർമേഷൻ കിട്ടുന്നത് നമ്മൾ പറയാറുണ്ട്, നമ്മൾ 4 പേരിൽ ആരെയെങ്കിലും റീച്ച് ഔട്ട് ചെയ്യുക. നമ്മുടെ 4 പേരുടെയും വെബ്സൈറ്റും അതുപോലെ തന്നെ ഫോൺ നമ്പേഴ്സും എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ആരെ വേണമെങ്കിലും റീച്ച് ഔട്ട് ചെയ്യുക. നമ്മുടെ ആരുടെ പേജിലൂടെ ആണോ കാണുന്നത് അവരെ റീച്ച് ഔട്ട് ചെയ്യുക. റീച്ച് ഔട്ട് ചെയ്യുമ്പോൾ ആദ്യം നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ അത് ശ്രീജ മെൻഷൻ ചെയ്തിരുന്നു, ഒരു ഇൻഫർമേഷൻ സെഷൻ, ഒരു വെബിനാർ ആണ് കിട്ടുന്നത്. അത് കോംപ്ലിമെന്ററി ആയിട്ടുള്ള വെബിനാർ ആണ്, ബിസിനസ് ഓവർവ്യൂ. പിന്നെ അത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഓക്കെ ദിസ് ഇസ് ഗുഡ്, ഐ വാണ്ട് ടു ഗോ ഫോർവേഡ് എന്ന് പറയുമ്പോൾ വാട്ട് വി ഡു ഈസ് നമ്മൾ പറയും ഓക്കെ ദ സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് ടു നോ അബൌട്ട് ദ ബിസിനസ്, മോർ അബൌട്ട്, അതായത് എവറിഥിങ് അബൌട്ട് ദ ബിസിനസ്. നിങ്ങളൊരു $149 വിത്ത് 30-day മണി ബാക്ക് ഗ്യാരണ്ടി കൊടുക്കണമെന്ന് പറയും. അപ്പൊ എനിക്ക് സിജി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആൻസർ, സിജി ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് വേണം എക്സ്പ്ലെയിൻ ചെയ്യാൻ. ആൻസർ എന്ന് പറഞ്ഞാൽ why can't you just tell everything to people? അങ്ങനെ എന്നോട് ചോദിക്കുന്നവരുടെ കാര്യം ഞാൻ പറയാം, എന്നോട് മാത്രമല്ല നിങ്ങളോട് ചോദിക്കുന്നറിയാം. നിങ്ങൾക്ക് എന്നോട് അങ്ങ് പറഞ്ഞാൽ പോരായോ, ഞാൻ ഈ 149 എന്തിനാ കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഈ 149 എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വരാറുണ്ട് അല്ലേ സിജി? ഐ എം ഷുവർ സിജിക്ക് കിട്ടാറുണ്ടെന്നുള്ള കാര്യം. അപ്പൊ സിജി അതിനൊന്ന് ആൻസർ ചെയ്താൽ നന്നായിരിക്കും. ഷുവർ ബിന്ദു. ഫസ്റ്റ് ഓഫ് ഓൾ എന്നെ വാച്ച് ചെയ്യുന്ന എല്ലാവർക്കും ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്. പിന്നെ അതുപോലെ തന്നെ ബിന്ദുവിന് സ്പെഷ്യൽ താങ്ക്സ്, ഈ പേജിലോട്ട് ഇൻവൈറ്റ് ചെയ്തതിന് സ്പെഷ്യൽ താങ്ക് യു. ഞാൻ സിജി, അമേരിക്കയിലെ ഫ്ലോറിഡയിലെ നേപ്പിൾസ് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ്. ഞാനിവിടെ ഹസ്ബൻഡുമായിട്ട് ഇവിടെ താമസിക്കുന്നു. ഇവിടെ ഒരു ഫുൾ ടൈം ഡിജിറ്റൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. ഞങ്ങൾക്ക് 2 കുട്ടികളുണ്ട്. അവർ 2 പേരും കാനഡയിൽ പഠിക്കുന്നു. ഞങ്ങൾ ആക്ച്വലി കനേഡിയൻസ് ആണ്. ഇവിടെ ഞാൻ കനേഡിയൻ സിറ്റിസൺ ഉള്ള ഞങ്ങളിവിടെ വന്ന് വർക്ക് ചെയ്യാൻ, ഇവിടെ ജോലി ചെയ്യാൻ, വർക്ക് വിസയിൽ ഞാനിവിടെ ജോലി ചെയ്യുന്നത് കേട്ടോ. അങ്ങനെയാണ് ഞങ്ങളുടെ കഥകൾ. കാനഡയിലാണ് ഞങ്ങളുടെ ഉറവിടം. പിന്നെ പറയുകയാണെങ്കിൽ ഇതുപോലെ തന്നെ ഞങ്ങൾ ഈ 3 പേരെ പോലെ തന്നെ ഞാനും ഇപ്പൊ ചെയ്യുന്ന ഒരു സക്സസ്ഫുള്ളായി കൊണ്ടുപോകുന്ന ഒരു ബിസിനസ്സാണ് ഞങ്ങളുടെ ഓൺലൈൻ അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ് ബിസിനസ്. അപ്പം അതിൻ്റെ അകത്ത് ബിന്ദു ചോദിച്ച ക്വസ്റ്റ്യൻ, അതായത് $149 അതിനെക്കുറിച്ച് നിങ്ങൾ എന്താണ് പറഞ്ഞു തരാത്തത്, എന്താണ് ഹൈഡ് ചെയ്യുന്നത്, എന്തിനാണ് ഞങ്ങളത് മുടക്കേണ്ട ആവശ്യം എന്നുള്ള ക്വസ്റ്റ്യൻ ഒക്കെ വരുന്നുണ്ട്. എനിക്ക് പലപ്പോഴും വന്നിട്ടുണ്ട്, ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. കുറച്ച് പേർക്കൊക്കെ മനസ്സിലാവും, പിന്നെ എന്നാലും ചോദിക്കും. അതൊരു കറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പം അതിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഓരോ കമ്പനിക്കും അവരുടേതായിട്ടുള്ള പ്രോട്ടോക്കോളുകളൊക്കെ ഉണ്ടല്ലേ. അപ്പം ഞങ്ങളുടെ ഈ കമ്പനി
51 ഇയേഴ്സിന് കൂടുതലായിട്ട് അഫിലിയേറ്റ് ആയിട്ടുള്ള ഒരു കമ്പനിയായിട്ടാണ് നമ്മൾ അഫിലിയേറ്റ് ആയിരിക്കുന്നത്. ആ കമ്പനിക്ക് അതിൻ്റെ പ്രോട്ടോകോൾ എന്ന് പറയുന്നത് സെക്കൻഡ് സ്റ്റെപ്പായിട്ട് നമ്മൾ ഈ ബിസിനസ്സിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടുള്ള സെക്കൻഡ് സ്റ്റെപ്പാണ് നമ്മൾ $149 മുടക്കി ഈ ബിസിനസ്സിനെ കുറിച്ച് അറിയുന്നത്. അതിന് ബിന്ദു ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അന്നേരം നമ്മൾക്ക് അത്രയും പൈസ മുടക്കുമ്പോൾ ഈ ബിസിനസ്സിനെ കുറിച്ച് ഫുൾ ഡീറ്റെയിൽസ് അറിയാം. അതായത് ഡയറക്റ്റ് നമുക്കറിയാൻ പറ്റും അത് ബിസിനസ് എന്നതാണെന്നും ബിസിനസിന്റെ സ്ട്രാറ്റജി എന്നതാണ്, കമ്മീഷൻ എന്നാണ്, അതിൻ്റെ അകത്ത് വരുന്ന പ്രോഡക്ട്സുകൾ എന്നതാണ്, സർവീസസ് എന്നാന്നുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അപ്പം അറിയാൻ പറ്റും. അപ്പം നിങ്ങൾ പോലുള്ള ഇപ്പൊ സാധാരണ വരുന്ന ആൾക്കാർക്ക് ഒന്നും അറിയത്തില്ല ഇത് എന്നാ നടക്കുന്നത്. അപ്പം നിങ്ങൾ ഡയറക്റ്റ് കാണുക എന്നുള്ളതാണ് ഞങ്ങൾ പറയുന്നത്. നിങ്ങൾക്ക് വന്ന് കണ്ട് മനസ്സിലാക്കി അതിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ ഫുൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ നിങ്ങളെ ഡയറക്റ്റ് വിളിക്കുന്നത്. അപ്പൊ ഈ $149 മുടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പം ഒന്ന് മുടക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇൻ കേസ് അത് ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അതിനെക്കുറിച്ചുള്ള പോംവഴികൾ വേറെ ഉണ്ട് കേട്ടോ. പക്ഷെ ഈ മണി ഉപയോഗിക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്കുള്ള ട്രെയിനിങ് സൈറ്റ്, അതായത് നമ്മൾക്ക് ഈ ലൈഫ് ലോങ് നമ്മുടെ വേൾഡ് ക്ലാസിക്കലായിട്ടുള്ള നമ്മുടെ ബിസിനസ് ട്രെയിനിങ്ങിനാണ് നമ്മൾ ഇതിന് യൂസ് ചെയ്യുന്നത്. അതായത് അഡ്മിനിസ്ട്രേഷൻ ഫീ എന്ന് വേണേൽ പറയാം. അപ്പം നമ്മൾക്ക് ഈ ഇത്രയും കുറഞ്ഞ ചെലവിൽ നമ്മൾക്ക് ഇതെല്ലാം അറിയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വേറൊരു ബിസിനസ്സിലും ഇല്ല. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി എത്ര സവിശേഷതകളാണെന്നല്ലേ ഇതിന് പറഞ്ഞാലൊന്നും തീരത്തില്ല. ഞങ്ങൾ ഇന്നൊന്നും പറഞ്ഞാൽ തീരത്തില്ല. ഞങ്ങളുടെ ബിസിനസ് അതാണ്. പിന്നെ ബാക്കിയുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വന്നു കണ്ടു മനസ്സിലാക്കുന്നു. അപ്പം നമ്മൾക്ക് മനസ്സിലാക്കാം, എല്ലാം ഡയറക്റ്റ് കണ്ട് മനസ്സിലാക്കാം. കണ്ടിട്ട് മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോകുന്നത് ഒരു കോച്ചിങ് കോളിലോട്ടാണ് പോകുന്നത്. അപ്പൊ അവിടെ വന്ന് നമുക്ക് ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷനും വരുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ക്വസ്റ്റ്യൻസ് എല്ലാം ആൻസർ ഡയറക്റ്റ് ചോദിക്കാം. എന്റേതാണ് നിങ്ങൾക്ക് അറിയാനുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ ഓപ്ഷൻസും പറഞ്ഞു തരും. അപ്പൊ അതിനാണ് ഞങ്ങൾ അങ്ങോട്ട് ക്ഷണിക്കും. നിങ്ങൾ ഡയറക്റ്റ് വരിക, നിങ്ങൾ മനസ്സിലാക്കുക, വരിക എന്നുള്ളത്. ഇപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമില്ല, നിങ്ങൾ വിചാരിക്കുന്നു എനിക്കിത് പറ്റത്തില്ല, കണ്ട് $149 മുടക്കിയിട്ട് എനിക്ക് നഷ്ടമല്ല, എനിക്ക് പറ്റത്തില്ല, എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ വിഷമിക്കണ്ട. നിങ്ങൾ മുടക്കിയ പൈസ നിങ്ങൾക്ക് 30 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുമെങ്കിൽ, അതായത് മുന്നോട്ട് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പൈസ മണി ബാക്ക് കിട്ടും. അതായത് റീഫണ്ടബിൾ ആയിട്ടുള്ള കാര്യമാണ്. അത് നിങ്ങൾ ജസ്റ്റ് അവിടം വരെ വന്നിട്ടുള്ളൂ, മുന്നോട്ട് പോയിട്ടില്ല എങ്കിൽ കേട്ടോ. മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് പല പല സ്റ്റെപ്പുകളുണ്ടല്ലോ. അപ്പൊ ഈ സ്റ്റെപ്പിൽ വന്നിട്ട് ഞങ്ങൾക്ക് താല്പര്യമില്ല, എനിക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ റീഫണ്ടബിൾ ആണ് കേട്ടോ. 30 ദിവസത്തെ സമയത്തിനുള്ളിൽ തീരുമാനം എടുക്കണമെന്നേ ഉള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് തന്നെ അതിന്റെ ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വരുന്ന ഈ പ്രീ കോച്ചിങ് വീഡിയോസിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഞങ്ങളോട് നേരിട്ട് പറഞ്ഞുകൂടാ എന്നുള്ളൊരു ക്വസ്റ്റ്യന്. ആ ക്വസ്റ്റ്യൻ പറയുകയാണെങ്കിൽ അതൊരു 2 to 3 hours ഉള്ള ഒരു വീഡിയോസ് ആകട്ടെ. പല പല വീഡിയോസ്, 8 വീഡിയോസ് ഉണ്ട്. അപ്പൊ അത് നിങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സമയത്ത് നിങ്ങൾക്ക് പോസ് ചെയ്തോ പിന്നെയോ സമയം അനുസരിച്ച് മാറ്റിയൊക്കെ കാണാനുള്ള ഓപ്ഷനാണ് അതിനുള്ളത്. ഇപ്പം ഞാനിപ്പം നിങ്ങളെ നിർബന്ധിച്ച് ഇപ്പൊ തന്നെ ഇരുന്ന് കാണണമെന്നൊന്നും പറയുന്നില്ല, നിങ്ങളുടെ സമയം. പിന്നെ അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതല്ല ഇപ്പം പ്രൊഫഷണൽ ആയിട്ടുള്ള നിങ്ങളെ ഈ ബിസിനസ് ഒക്കെ ചെയ്യുന്നത് ഓൾമോസ്റ്റ് ഒരു 99% ആൾക്കാർ, പ്രൊഫഷണൽ ആൾക്കാർ സെക്കൻഡ് സ്ട്രീം ഓഫ് ഇൻകം എന്നുള്ള രീതിയിലാണ് ഇതിന് വരുന്നത്. അപ്പം ഞങ്ങളെ പോലുള്ളവർ വരുമ്പോൾ നിങ്ങൾ ഒരാൾ എൻക്വയറികൾ വരുന്നത് ഇങ്ങനെ പലരും അറിയണമല്ലോ ഈ ബിസിനസ് എന്നാന്നുള്ള അറിയാൻ വേണ്ടി വരുന്നവര് വരുമ്പോൾ ചോദിക്കുക, ഈ ബിസിനസ് ഞങ്ങൾ ഇതിന് കണ്ട് സമയം കളയാതെ നിങ്ങളൊന്ന് പറഞ്ഞതാ എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങളത് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യരാണ് നമ്മൾ. ഇതിന്റെ അകത്ത് പറയുന്ന കാര്യങ്ങൾ ഒരു പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാകും, ഒരു പക്ഷേ അതിന്റെ അകത്തുനിന്നുള്ള പറഞ്ഞു കേട്ട് മനസ്സിലായി, പക്ഷെ അടുത്ത നിമിഷം നിങ്ങൾ മറന്നുപോകും, പിന്നെയും ചോദിക്കും എന്നാന്ന് അല്ലെ. അപ്പൊ നിങ്ങളുടെ സമയത്ത് നിങ്ങൾക്ക് തന്നെ പോസ് ചെയ്തും നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാനുള്ള ഫുൾ ഡയറക്ഷൻ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് തരികയാണ്, അതോറിറ്റി തരികയാണ്. ആ $149 വഴി നിങ്ങൾക്കത് കിട്ടുന്നത്. അപ്പം അതല്ലേ ഏറ്റവും നല്ല കാര്യം. ഇപ്പൊ ഞാനൊരു നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പം എന്നോട് ചോദിക്കുക, ഒരു ദിവസം എനിക്ക് 10 കോള് വരുന്നു, അല്ലെ 20 കോള് വരുന്നു. അപ്പൊ അതിന് ഞാൻ ഇന്ന് വീഡിയോ കാണുന്നില്ല, അതിന് വരെ എല്ലാം ഒന്ന് പറഞ്ഞു തന്നേന്ന് പറയുമ്പോ ഞാൻ പറയുവാണെങ്കിൽ നിങ്ങളോട് ഈ 10 പേരോട് അല്ലെ 20 പേരോട് പറയണമെന്നുണ്ടെങ്കിൽ ഈ 5 മണിക്കൂർ വരെ ഞാൻ 5 മണിക്കൂർ വെച്ച് പറഞ്ഞാൽ പോലും നിങ്ങൾക്ക് മനസ്സിലാകത്തുമില്ല, അത് മറന്നുപോവുകയും ചെയ്യും, എന്റെ ടൈം വേസ്റ്റ് ആകും. പക്ഷെ അപ്പൊ എനിക്ക് ആകെ എത്ര ബിസിനസ് ചെയ്യാൻ പറ്റി? 2 പേര് 3 പേര് മാക്സിമം. ഈ പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഈ ജോലി ചെയ്യുന്നത് പ്രധാനമായിട്ടുള്ള കാര്യം ഓട്ടോമാറ്റഡ് സിസ്റ്റം ആയതുകൊണ്ടാണ് കേട്ടോ. ഇപ്പം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ റെക്കോർഡഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് കാണാം. ഒന്നാമത്തെ കാര്യം അതല്ല, ഇപ്പം ഇത് സിസ്റ്റം എല്ലാം ഓട്ടോമാറ്റഡ് ആയതുകൊണ്ട് നമ്മൾക്ക് നമ്മളുടെ ജോലിയും ചെയ്യാം, അതിന്റെ കൂട്ടത്തിൽ സൈഡായിട്ടും ചെയ്യാൻ പറ്റും.
അപ്പം അതുകൊണ്ട് ടൈം വേസ്റ്റ് ആകുന്നില്ല, നിങ്ങൾക്ക് ഡയറക്റ്റ് മനസ്സിലാക്കാം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും ഈ ക്വസ്റ്റ്യനുള്ള ആൻസർ മനസ്സിലായി കാണും. നിങ്ങൾ വന്ന് കമാൻഡ് ഡയറക്റ്റ്ലി അല്ലെ, കണ്ണുകൊണ്ട് കണ്ട് വിശ്വസിച്ച് yeah. മനസ്സിലാക്കി വരിക എന്നാണ് ഞങ്ങൾ പറയുന്നത്. അപ്പൊ എന്തെങ്കിലും സംശയം ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ ഇതിന് തന്നെ എന്നാ പറയേണ്ട, മണി ബാക്ക് ഗ്യാരണ്ടി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അത്രയും ഉള്ള സവിശേഷമുള്ള ഈ ബിസിനസിനെ കുറിച്ച് ഇനി എനിക്ക് പറയാനുള്ള വാക്കുകളൊന്നും ഇല്ല. ഇനിയും ഉണ്ട് കേട്ടോ, പറയാൻ ഞാൻ തീർത്തില്ല. എന്നാലും ടൈം അങ്ങ് നീണ്ടു പോകുന്നു. അതുകൊണ്ട് ഞാൻ ബിന്ദുവിന് കൈമാറുകയാണ്. ഇനി ബാക്കിയുള്ള പോയിന്റുകൾ ഞാൻ വിട്ടുപോയിട്ടുള്ളതൊക്കെ ബിന്ദുവിന് പറയാം. Yeah, sure. Yeah, well explained, Siji. Well explained. അതിനകത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അതായത് നമ്മൾ 149 എന്തിന് പേ ചെയ്യുന്നു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എന്തുകൊണ്ട് നമുക്ക് കുത്തിയിരുന്ന് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ നമ്മൾ അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് 1 hour മതി എന്ന് പറഞ്ഞത് നമ്മൾ കളവായിട്ടായിരുന്നു വരുന്നത് അല്ലേ. അപ്പൊ ഇതൊക്കെ അല്ലെങ്കിൽ ബിസിനസ്സിൽ വന്നു കഴിയുമ്പോഴേ ആൾക്കാർക്ക് മനസ്സിലാകത്തുള്ളൂ. കാര്യം നമുക്ക് വരുന്നത് എത്ര എൻക്വയറീസ് ഒരു ദിവസം വരുന്നത്. ആ എൻക്വയറീസിന് എല്ലാവരോടും നമ്മളിരുന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഓട്ടോമാറ്റഡ്, അത് നമ്മൾ 4 പേരും, നിങ്ങൾ 3 പേരും അല്ലെങ്കിൽ നമ്മൾ 4 പേരും പറഞ്ഞതിനെ എല്ലാം കണക്ട് ചെയ്യുന്നതാണ് ഓട്ടോമാറ്റഡ് സിസ്റ്റം. ഇതെല്ലാം അതുകൊണ്ടാണ് അതാണ് ഈ വെബിനാർ ഇത് ചെയ്യുന്നത്. ഞാൻ വിട്ടുപോകാന്ന് അറിയാം, ഒരു കാര്യം ആഡ് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ 149 30 ഡേക്കുള്ളിൽ തിരിച്ചു കൊടുക്കും ഇഫ് ദേ ഡിസൈഡ് നോട്ട് ടു ഡു ദിസ് ബിസിനസ്. പക്ഷെ നമ്മൾ അവർ ഇത് ചെയ്യുവാണെങ്കിൽ ആ 149 യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് അറിയാമോ? അത് ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ദാറ്റ്സ് ആ 149 ആണ് നിങ്ങൾക്ക് വെബ്സൈറ്റ് ഉണ്ടാക്കാനുള്ള ഹെൽപ്പ് ചെയ്യാനുള്ള ട്രെയിനിങ്, ബിസിനസ് ഫണൽ ഉണ്ടാക്കാനുള്ള ട്രെയിനിങ്, അതുപോലെ തന്നെ 7 സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, സോഷ്യൽ മീഡിയയിൽ മാർക്കറ്റിംഗ് ചെയ്യാനുള്ള ട്രെയിനിങ്. ഇതെല്ലാം ലൈഫ് ലോങ് ആക്സസ് ഉള്ള ഒരു ട്രെയിനിങ് സൈറ്റ് നമുക്ക് കിട്ടും. ഇതൊക്കെ നമ്മൾ വല്ലയിടത്തും പോയി പഠിക്കണമെങ്കിൽ എത്ര രൂപ കൊടുക്കണം, എത്ര thousands of dollars കൊടുക്കണം അല്ലേ. നമുക്ക് ആ ഒരു $149 നമ്മളത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ മാത്രം. അതായത് നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നില്ലെങ്കിൽ ഈ ബിസിനസ് ചെക്കൗട്ട് ചെയ്യുന്നത് നമ്മൾ റിസ്ക് ഫ്രീ ആണ്. നമ്മൾ 149 കൊടുക്കുന്നത് തിരിച്ചു കിട്ടും. തിരിച്ചു കിട്ടിയില്ലെങ്കിൽ ആ 149 ഈസ് യൂസ് ഫോർ ട്രെയിനിങ്. ബേസിക്കലി ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, സോ ഐ ഗെസ് നമ്മൾ ഇച്ചിരി കുഴപ്പമില്ല, 36 minutes ആയി, ബട്ട് നോ പ്രോബ്ലം. ഐ തിങ്ക് ഇറ്റ് വാസ് വർത്ത് ടു എക്സ്പ്ലെയിൻ എവറിഥിങ്. So hope everyone got some value from our conversation today. അതുപോലെ റീപ്ലേ കാണുന്നവർക്കും അതുപോലെ ഇതിൽ നിന്ന് കുറച്ച് വാല്യൂ കിട്ടുന്നതാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഈ ബിസിനസ് എന്താണെന്ന് അറിയാൻ ഒരുന്നുണ്ടെങ്കിൽ ഏകദേശം ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഇന്ന് ഇത് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഞങ്ങൾ കവർ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു, ഞങ്ങൾ ഉദ്ദേശിച്ചതിനെക്കാട്ടിലും എല്ലാ കാര്യങ്ങളും, ഒരു ഓവറോൾ ബിസിനസ്സിനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ പറഞ്ഞിട്ടുണ്ട്. പ്ലീസ് ഡു വാച്ച് ദ റീപ്ലേ ഇഫ് യു ആർ ഹാവ് മിസ് ദ ബിഗിനിങ് പാർട്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും എഗെയിൻ ഇതിനെപ്പറ്റി അറിയണമെങ്കിൽ ഞങ്ങളിൽ 4 പേരിൽ ആരെങ്കിലും റീച്ച് ഔട്ട് ചെയ്യുക. ഞങ്ങളെല്ലാവരും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ സന്നദ്ധരാണ്. ഞങ്ങൾ ഈ പറഞ്ഞ പോലുള്ള പ്രോസസ്സിലൂടെ ഞങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എവ്രിവൺ ഹാവ് എ ഹാപ്പി സൺഡേ ആൻഡ് ദ നെക്സ്റ്റ് വീക്ക് ടു. ഓക്കെ, ഹാപ്പി ഗുഡ് വീക്ക് ടു. സോ bye bye everyone, see you next time. Bye bye. Thank you. Bye bye.